കുറച്ച് സമയേ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് സൈക്കിളിൽ കയറിയതാണ്. ഈ യു പിയിലെ ഗ്രാമപ്രദേശത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സൈക്കിള്. ഇവിടെ ഒരു തൊഴിലാളി ചൗക്ക്, മസ്തൂർ ചൗക്കിലെ ആളുകളോട് നമുക്ക് സംസാരിക്കാം, അവരുടെ ജീവിതം അറിയാം. इधर लेबर चौक है? हाँ लेबर से। आपको कितना रुपए मिलेगा एक दिन? एक दिन में वही 400 350 मिलता है. 350-400 രൂപയാണ് അദ്ദേഹത്തിന് ദിവസവും കിട്ടാറുള്ളത്. मतलब 500 रुपये दिहाड़ी होनी चाहिए यहाँ पे. क्यों? क्यों महंगाई इतनी ज़्यादा है, बहुत ज़्यादा महंगाई है. 150-200 रुपये लीटर करू का तेल है. दाल 150-200 रुपये किलो है. 30 रुपए किलो तो आलू है. बताइए महंगाई में किसको खिलाएं किसको ना खिलाएं. വിലക്കയറ്റം അത്രയും രൂക്ഷമാണെന്നാണ് ഇവർ പറയുന്നത്. 500 രൂപ കൂലി കിട്ടണമെന്നാണ് ഇവിടുത്തെ തൊഴിലാളികളുടെ ആവശ്യം. നമ്മുടെ കേരളത്തിൽ 800, 900, 1000 രൂപയൊക്കെ ദിവസം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? റായ്ബറേലി में विकास नहीं है. कहाँ विकास है? और उसके यहाँ पहले तो था विकास, अब वो भी नहीं है. अरे बोलियो कुछ, यही तो बेकार है. डेली 400 रुपया रोज मिलता है, 350-400 ऐसे. अरे जो दिहाड़ी मिले तो का बताइए 300 मिला तो उससे का घर लौट जाओ बस. यार लो, ये टिफिन आए, ये चटनी आए, ये सीमेंट लाग जा तो तेल आए. जब सीमेंट सफेद हाथ में लगती तो രാവിലെ തന്നെ റൊട്ടിയും കറിയും ചോറും ഒക്കെ എടുത്തിട്ടാണ് ജോലിക്ക് ഇറങ്ങിയത് അദ്ദേഹം. कभी यहाँ लोग आते हैं 12-1 बजे तक खड़े रहते हैं, ऐसे ही चले जाते वापस. खाली यहाँ जाते, खाली यहाँ चले जाते. कभी मिलता भी नहीं काम. हाँ पूरे यूपी में 300, 350 ऐसे ही दिहाड़ी है, इससे ज़्यादा कोई दिहाड़ी नहीं है. ഈ യു പിയിലാകെ 300, 350, 400, 450 ഒക്കെയാണ് ദിവസക്കൂലി എന്നാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ആളുകൾ കേരളത്തിലേക്ക് തൊഴിലെടുക്കാൻ വരുന്നത് എന്ന ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് ഇവരിപ്പോൾ പറഞ്ഞത്. 300 मिल रहे हैं, घर का लेके जाते हैं, मैं थोड़ा खर्चा हो जाते हैं गली में. अरविंद जी आप मजदूर है? हाँ मजदूरी कर. एक दिन कितना रुपए मिलेगा आपको? एक दिन में 400, 350. हाँ रोज कहाँ मिला, कबो मिला कबो ना मिला. चले जाइए घर का करें, मिल जाए तो ठीक, नहीं कोनो बात है नहीं. ഉത്തർപ്രദേശിലെ പ്രത്യേകിച്ച് ഈ റായ്ബറേലി ഭാഗത്തൊക്കെയുള്ള തൊഴിലാളികളുടെ അവസ്ഥ ഇതാണ്. കൂലി വളരെ കുറവാണ് എന്ന് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇവർ കേരളത്തിൽ വന്ന് പലരും തൊഴിലെടുക്കുന്നതെന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് നമുക്കിപ്പോൾ ലഭിച്ചത് എന്ന് തോന്നുന്നു. ഒരു ബ്രേക്കുകളും വയസ്സാകെ മുന്നിൽ ബ്രേക്കില്ല. അപ്പോൾ പോവാല്ലേ, ഓടിച്ചോടിച്ച് പോവാം.